ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജർമ്മനിയെ പറ്റി രണ്ട് കാര്യം പറയട്ടെ. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് ഡ്രസ്സ് അഴിക്കാൻ പറ്റില്ല. സമ്മർ ആയിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് ഡ്രസ്സ് ഇടാനും പറ്റില്ല. അതാണ് ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥ. ജർമ്മനിയിൽ നിന്നല്ല, ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഞാനിപ്പോൾ ജർമ്മനിയിലായതുകൊണ്ടാണ് ജർമ്മനി എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ജർമ്മനിയാണോ മരുഭൂമിയാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അതുപോലെ നമ്മളിട്ട് അങ്ങോട്ട് പുഴുങ്ങുകയാണ് ഗൈസ്. നമ്മുടെ നാട്ടിലൊക്കെ ചൂടും മഴയും മാറി മാറി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഓൾമോസ്റ്റ് ഒരു സമയത്തും ചൂട് തന്നെയായിരിക്കും അല്ലേ. അതുകൊണ്ട് എ സി ഉണ്ട്, ഫാനുണ്ട്, അതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ജീവിതം. എന്നാൽ ഇവിടെ തികച്ചും ഓപ്പോസിറ്റാണ്. ഓൾമോസ്റ്റ് ഒക്ടോബർ മുതൽ മെയ് മാസം വരെ നമുക്ക് ഫാനിൻ്റെ എ സിയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വീടുകളിലും അപ്പാർട്ട്മെൻറ്റ്സിലൊന്നും എ സി അങ്ങനെ ഫിറ്റ് ചെയ്യാറില്ല. റെൻറ്റിന് കൊടുക്കുന്ന, നമുക്ക് റെൻറ്റിനാണല്ലോ താമസിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും എ സിയും ഇതൊന്നും സീലിംഗ് ഫാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലത്തെ ഫാനുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനാണെങ്കിൽ വലിയ പവറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. താനും ഒരു ഫാനും കൊണ്ടൊന്നും ആവില്ല. വീടിനുള്ളിലൂടെ തെക്കോട്ടും വടക്കോട്ടും നടന്നാലും ഈ സാമാനം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. തണുപ്പ് തുടങ്ങിയാൽ ഒരു മൂഞ്ചിയ അവസ്ഥ, ചൂട് തുടങ്ങിയാൽ അതിലും വലിയ മൂഞ്ചിയ അവസ്ഥ. മുട്ടയൊക്കെ വെയിലത്തിറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴുങ്ങി കിട്ടും. വീഡിയോ എടുക്കുന്നുണ്ടാട്ടോ ഞാൻ ഷർട്ട് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരിക്കും. ഇതിപ്പോൾ സമയം രാത്രി 9 മണി. പിന്നെ രാത്രിയിൽ നിന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക.